ഹരിയാനയുടെ സാഹചര്യം കൂടി വിലയിരുത്തേണ്ടതുണ്ട്. കോൺഗ്രസിനാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ മുൻതൂക്കം നൽകുന്നത്. ചില കാര്യങ്ങളിൽ കോൺഗ്രസ് ചില കൈകടത്തലുകൾ അല്ലെങ്കിൽ കുപ്രചരണം നടത്തി അതിൻ്റെ ഫലം കൊയ്യാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് എന്നുള്ള കണക്കുകൂട്ടലുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കർഷക സമരം, അതോടൊപ്പം ബോക്സിംഗ് താരങ്ങളുടെ സമരം, ജാതി വ്യവസ്ഥ, ഗുസ്തി താരങ്ങളുടെ സമരം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില നിർണായക കൈകടത്തലുകൾ അല്ലെങ്കിൽ മേൽക്കോയ്മയൊക്കെ കോൺഗ്രസ് നടത്തി. ഇതിൻ്റെ ഒരു അനുരണനം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? അല്ല, ഹരിയാനയിൽ 2014 അതായത് 10 വർഷക്കാലം അധികാരത്തിലിരുന്ന സമയത്ത് 45 സീറ്റാണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. 49 സീറ്റാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ 40 സീറ്റിലേക്ക് നമ്മൾ ഈ അവസാന നിമിഷം വന്നു. ഹരിയാനയിൽ എവിടെയാണ് BJPക്ക് നേരെയുള്ള ആസൂത്രിതമായ സംഘടിതമായിട്ടുള്ള ആക്രമണം നടന്നത്? അവിടെ കർഷകരുടെ പേരിൽ, അഗ്നിവീറിൻ്റെ പേരിൽ, റെസ്ലിംഗ് താരങ്ങളുടെ പേരിൽ, അങ്ങനെ നിരവധി സംവിധാനങ്ങളുടെ ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവിടെ കൃത്യമായിട്ടുള്ള സൈബർ ആക്രമണത്തോട് അടക്കം തന്നെ ഡൽഹിയിലെയും ഹരിയാനയിലെയും ഒരു ടീം വർക്ക് പ്രവർത്തിക്കാനുള്ള ശ്രമം അവിടെ നടക്കുകയും ഏറ്റവും കൂടുതൽ കർഷകർക്ക് അനുകൂലമായ ഒരു തീരുമാനമായിരുന്നു. ഇടനിലക്കാരൻ്റെ ആവശ്യമില്ലാതെ കൃത്യമായിട്ട് അവൻ്റെ വിളയെ സമൂഹത്തിനകത്ത് വിൽക്കാം എന്ന് പറയപ്പെടുന്ന വലിയ നയം കൊണ്ടുവന്ന സമയത്ത് മണ്ഡി സമ്പ്രദായത്തെ സംരക്ഷിക്കുന്ന, അതിൻ്റെ പുറകിലെ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ, അതിൻ്റെ പുറകെ മതമൗലികവാദികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പ്രക്ഷോഭങ്ങളെ ക്രിയേറ്റ് ചെയ്ത് ആ പ്രക്ഷോഭങ്ങൾ കർഷകർക്ക് വേണ്ടിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് രാഷ്ട്രീയ സംവിധാനം ഇത്രയും കാലം ഹരിയാനയിൽ കൈകാര്യം ചെയ്തിരുന്നത്. ഒരു സംശയം വേണ്ട, അവിടെ ഹരിയാനയിലെ ജനങ്ങൾ, അതിനിപ്പോൾ JJP ആയിക്കോട്ടെ, INLD ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, മറ്റേത് രാഷ്ട്രീയ സംവിധാനം അവിടെ മത്സരിക്കുന്നു, BJPയും മത്സരിക്കുന്നു. പക്ഷേ എന്ത് വന്നാലും BJPയുടെ ശുഭപ്രതീക്ഷയിൽ അതിലൊരു മാറ്റവുമില്ല. പക്ഷേ 10 വർഷക്കാലം BJP അധികാരത്തിലിരുന്ന സംസ്ഥാനമാണ്. ആ 10 വർഷക്കാലം 2 ലക്ഷം തൊഴിൽ നമ്മൾ കൊടുക്കുമെന്നാണ് അന്ന് വാഗ്ദാനം ഉണ്ടായിരുന്നത്. ആ 2 ലക്ഷം തൊഴിൽ നമ്മൾ കൃത്യമായിട്ട് 10 വർഷത്തിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് എന്താണ് പറയുന്നത്? 1,84,000 തൊഴിലവസരങ്ങൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. സ്വാഭാവികമായിട്ട് തൊഴിലവസരങ്ങൾ അതാത് വർഷങ്ങൾ കൂടി വരുമല്ലോ. നാഷണൽ റേറ്റിംഗും ഹരിയാനയിലെ റേറ്റിംഗും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നു. ഇങ്ങനെ പൊതുജനങ്ങളെ, പബ്ലിക്കിനെ, യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടുകളിലേക്ക് കോൺഗ്രസ് സംവിധാനം തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ BJPയുടെ 10 വർഷക്കാലം ഭരിച്ചുകൊണ്ട് ആ സമൂഹത്തിന് കൊടുക്കാവുന്ന എല്ലാവിധ വികസന ശൈലിയിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഹരിയാനയിലെ ജനങ്ങൾ വിധി എഴുതും. ഇനി ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എതിരായിട്ട് വരുമെന്ന് പറയുമ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ആഘോഷിക്കുന്നതാണ് എന്നെ ഭയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എനിക്ക് വളരെ അതിശയോക്തി ഉണ്ടായത്. എന്തിനാണ് ഈ രാഷ്ട്രീയം ഇവിടെ നടപ്പിലാക്കുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസ് പാർട്ടിയുടെ അതിൻ്റെ പുറകെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര വലിയ ആഘോഷങ്ങൾ BJPക്ക് നേരെ ഈ മാധ്യമപ്രവർത്തകർ ഒരു തെരഞ്ഞെടുപ്പിന് ഫലം വരുന്നതിനേക്കാൾ മുൻപ് കൊട്ടിയാഘോഷം നടത്തുന്നത്? അതിൻ്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട സെറ്റ് ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്തുമുള്ള വലിയൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് BJPയെ പുറത്താക്കാൻ ഈ തവണ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വരാതിരിക്കാൻ നിരവധി തരത്തിൽ ശ്രമിച്ചതാണ്. അവിടെയൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്ത് ജയിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിജയം എന്ന് പറയപ്പെടുന്നത്, 3ാം തവണ എന്ന് പറയപ്പെടുന്നത്, എല്ലാ ചണ്ടാലികളും ഞങ്ങൾക്കെതിരായിട്ട് നിന്നിട്ടും, അവരൊരു ടീം വർക്കായിട്ട് നിന്നിട്ടും, അവർക്കപ്പുറത്ത് നിന്ന് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തിട്ടാണ് BJP അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഹരിയാനയിലും ഞങ്ങളെ സംബന്ധിച്ച് ശുഭപ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ജമ്മു കാശ്മീരിലായിക്കോട്ടെ, ഹരിയാനയിലായിക്കോട്ടെ. ഈ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഹരിയാനയിൽ BJP 3ാമതും അധികാരത്തിൽ വരും, ഇന്ത്യ സഖ്യം അപ്പോഴും EVMനെ കുറ്റപ്പെടുത്തും എന്നാണ്. അതായത് വിവേചനം തീരെയില്ലാതെ എല്ലാ വിഭാഗത്തിനു വേണ്ടിയും പ്രവർത്തിച്ചു എന്ന ആത്മവിശ്വാസമാണോ ഹരിയാന മുഖ്യമന്ത്രിക്ക്, BJPക്ക്? നോക്കൂ, മനോഹർ ലാൽ ഖട്ടർ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പോയതിനു ശേഷം റീപ്ലേസ് ചെയ്യപ്പെട്ട ആളാണ്.
അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് പറയപ്പെടുന്നതാണ് ഞങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുള്ളൂ. കാരണം ഹരിയാന ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞ ശുഭാപ്തി വിശ്വാസം ഞങ്ങൾ പങ്കുവെക്കുന്നു. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹരിയാനയിൽ 10 വർഷക്കാലം BJP ഭരിക്കുന്നതിൻ്റെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ അവിടെ ഈ കോൺഗ്രസ് പാർട്ടിയുടെയും അതുപോലെ തന്നെ അവരുടെ സഖ്യങ്ങളുടെയും അതിന് മുൻപുള്ള മറ്റ് കുടുംബവാഴ്ചകളുടെയും പരിപൂർണമായിട്ടുള്ള ദയനീയതയിൽ നിന്നാണ് BJPയുടെ അധികാര സംവിധാനത്തിലേക്ക് 10 വർഷം മുൻപ് BJP വരുന്നത്. ആ ചരിത്രം കൊണ്ട് നമ്മൾ പഠിക്കണം. ഇവിടെ എപ്പോഴും നമ്മളൊരു ഹിസ്റ്ററി ഉണ്ടല്ലോ. ആ ഹിസ്റ്ററി പഠിച്ചു നോക്കുമ്പോൾ പെട്ടെന്നാണ് ഞങ്ങളുടെ 4-ൽ നിന്ന് ഞങ്ങൾ 49-ലേക്ക് കുതിച്ചു വരുന്നത്. എന്താണ്? ജനങ്ങൾ അത് ഞങ്ങൾക്ക് തന്ന മാൻഡേറ്റാണ്. അപ്പോൾ 5 വർഷക്കാലം അധികാരത്തിലിരിക്കുന്ന സമയത്ത് പറഞ്ഞു ഇതേ പോകുന്നു, BJPയുടെ അധികാരം നഷ്ടപ്പെടുന്നു. വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നില്ലേ. ഇതൊക്കെ ഇവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ആ സ്വാഭാവികമായിട്ട് 10 വർഷക്കാലം അധികാരത്തിലിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിൻ്റെ കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് എല്ലാ മേഖലയും BJP ഒറ്റക്കും മറ്റെല്ലാവരും കൂട്ടായ്മകളായി ഞങ്ങളെ എതിർക്കുമ്പോഴും ഞങ്ങൾ കൃത്യമായി പറയുന്നത് ഞങ്ങളുടെ വിശ്വാസം ജനങ്ങളിലാണ്, ജനങ്ങളോട് 10 വർഷം ചെയ്ത പ്രവർത്തികളിലാണ്. ആ പ്രവർത്തികളിൽ ജനങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം ഞങ്ങൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. തിരിച്ച് ഞങ്ങൾക്ക് അവർ തിരിച്ചു തരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അവിടെ തെറ്റായ പ്രചരണ വേലകളിലും തെറ്റായ സൈബർ വേലകളിലും തെറ്റായിട്ടുള്ള കർഷകനെ വഴിതെറ്റിച്ചു വിടുന്നതിലും കോൺഗ്രസ് ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ശ്രമത്തെ ഒരു കാരണവശാലും ഹരിയാനയിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഫലം വരുമ്പോൾ സ്വാഭാവികമായിട്ടറിയാം. പക്ഷേ ഫലം എന്തുമായാലും BJP കേന്ദ്ര സർക്കാർ ഹരിയാനയെ എല്ലാ സംസ്ഥാനങ്ങളിലും പോലെ തന്നെ ഹരിയാനയുടെ എല്ലാ പ്രയാസത്തിലും പ്രശ്നത്തിലും ഒരുപോലെ തന്നെ ഇതെങ്ങനെയാണോ ഇത്ര കാലം ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക. പക്ഷേ BJP സർക്കാർ 3ാം തവണയും അധികാരത്തിലുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം.